ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം സൃഷ്ടിയെ സംബന്ധിച്ചാണ്. ഇന്ന് ഭൂമിയിലുള്ളതിൽ ഒരു 90% ആളുകളും ദൈവമാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചത് എന്നുള്ള വിശ്വാസക്കാരാണ്. ഞാനും അതിനോട് തന്നെയാണ് യോജിക്കുന്നത്. ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് ചില വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എന്നുള്ള പദപ്രയോഗവും സൃഷ്ടിച്ചു എന്നുള്ള പദപ്രയോഗവും രണ്ടും രണ്ടായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടിനും ഒരേ അർത്ഥമല്ല ഉള്ളത്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ രൂപപ്പെടുത്തുന്നതിനാണ്, അല്ലെങ്കിൽ ഒന്നിനെ ഉണ്ടാക്കുന്നതിനാണ്. ഒന്നുമില്ല, റോ മെറ്റീരിയൽ ഒന്നുമില്ല, അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ആരംഭത്തിൽ, ഇൻ ദ ബിഗിനിങ്, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്നാ പറയാം. അപ്പൊ അന്നേരം സൃഷ്ടിക്കാൻ തക്കൊണ്ട് റോ മെറ്റീരിയൽ ഒന്നുമില്ല. അപാരമായ ഊർജത്തിന്റെ സ്രോതസ്സാണ് ദൈവം എന്ന് പറയാം, ഉറവിടം. അപ്പൊ ഈ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് ഊർജത്തെ വസ്തുവാക്കി രൂപപ്പെടുത്താം എന്നുള്ളത് തെളിയിക്കപ്പെട്ട, എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത ഒരു സത്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ ഊർജത്തെ ദൈവം വസ്തുവാക്കി രൂപപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? മറ്റൊരു സംഗതി, നമ്മളെല്ലാം ഉണ്ടാക്കി എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അതായത് ബിരിയാണി ഉണ്ടാക്കി, വണ്ടി ഉണ്ടാക്കി, വിമാനം ഉണ്ടാക്കി. ബിരിയാണി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുണ്ട്. അരി, അതിന്റെ സ്പൈസസ്, മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടി യോജിപ്പിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി എന്ന് പറയുന്നത്, ബിരിയാണി സൃഷ്ടിച്ചു എന്ന് ആരും പറയാറില്ല. വിമാനം സൃഷ്ടിച്ചു എന്നും പറയാറില്ല, വിമാനം ഉണ്ടാക്കി എന്നേ പറയാറുള്ളൂ. ബസ് ഉണ്ടാക്കി, വണ്ടി ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ഉള്ള പദപ്രയോഗം. കാരണം അതിന് വേറെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ട്. അതിനെ പ്രത്യേക രീതിയിലോ ഷേപ്പിലോ കൂട്ടി യോജിപ്പിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആണ് ഉണ്ടാക്കുക പദപ്രയോഗം നടത്തുന്നത്. അപ്പൊ അതിനൊന്നും നമ്മൾ സൃഷ്ടിച്ചു എന്നുള്ള പദപ്രയോഗം അല്ല ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം അന്നേരം വേറെ അസംസ്കൃത വസ്തുക്കളൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങൾ, പീരിയോഡിക് ടേബിൾ പരിശോധിക്കുമ്പോൾ 118 മൂലകങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ മൂലകങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് എൻഡായി തീർന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഇനിയും ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ വളരെ കൗതുകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യ ശരീരത്തില് 60 മുതൽ 70 വരെയുള്ള മൂലകങ്ങളുണ്ട്. ഇപ്പൊ ഈ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളിൽ 60 മുതൽ 70 വരെ മൂലകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്നതിന് എത്രത്തോളം സത്യമുണ്ട് എന്നതിന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മണ്ണിൽ ഇത്ര എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ 60 മുതൽ 70% എലമെന്റ്സ് മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് കൂടുതൽ ശക്തമായ കാരണങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ വശങ്ങളും നമ്മുടെ ചിന്തയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗതികളെ നമ്മൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒരു സൃഷ്ടാവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കും എന്നതിന് സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക, വിശകലനം ചെയ്യുക, അറിവ് നേടുക. അപ്പൊ ഇതിലൂടെ നമുക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. തെറ്റായ പല ചിന്താഗതികളും അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെയും തള്ളിക്കളയാൻ അതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.